ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ ഫ്രഞ്ച് ടോസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഈ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, വീഡിയോ കാണുക. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചായയുടെ കൂടെ ഒരു സ്നാക്സായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. ഫസ്റ്റ് ഞാനിവിടെ കുറേ ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്, ആദ്യത്തെ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട. ഇത്ര ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പഞ്ചസാരയും ഒരു പിഞ്ചോളം ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഉപ്പ് ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ്. അപ്പോൾ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ട ഏതാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി അളവ് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പിഞ്ചോളം ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കാരണം പഞ്ചസാരയുടെ തരികളെല്ലാം നന്നായിട്ട് അലിഞ്ഞു ചേരണം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചില്ല 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയും പാലും കൂടെ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് ഒരു നല്ലൊരു മിക്സറായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ പശുവിൻ പാലും എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതേ സെയിം ക്വാണ്ടിറ്റി നമ്മൾ ഏതാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഈ ബ്രെഡ് വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലൊരു കളർഫുള്ളായിട്ട് വേണമെങ്കിൽ ആ സൈഡൊക്കെ ബ്രൗണിഷ് ആയിട്ടുള്ള ഇത് കട്ട് ചെയ്ത് കളയുക. ഫസ്റ്റ് നമ്മളൊന്ന് പാനൊന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ മിക്സ്ചർ ഉണ്ടല്ലോ, ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഒത്തിരി നേരം മുക്കി പിടിക്കാൻ പാടില്ല, ബ്രെഡ് അങ്ങ് പൊട്ടി താഴെ വീഴും. എന്നിട്ട് അത് നമ്മൾ തവയിലോട്ട് വെച്ച് കൊടുക്കുക. കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പാനിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് മുക്കിയിട്ട് ബ്രെഡ് വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 എണ്ണം നമ്മുടെ തവയിൽ വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സൈഡ്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നാലേ അത് ബ്രെഡിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. എന്നിട്ടിത് നമ്മൾ ശ്രദ്ധിച്ച് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ നല്ലൊരു ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് കുക്കാകുമ്പോഴേക്കും തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ അതിൻ്റെ അകമൊക്കെ വേവത്തുള്ളൂ. ഇത് പിന്നെ പ്രത്യേകം ചൂടോടുകൂടി കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല. അപ്പോൾ ചൂടോടുകൂടി ചായയോടെ കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ തവ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ടോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അതിൽ കുറച്ച് കരികരിപ്പായിട്ടുള്ള അംശമൊക്കെ തവയെ കാണും. അതൊന്ന് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം നേരത്തെ ചെയ്ത കണക്ക് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിലോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ നല്ല രീതിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല നാടൻ ഫ്രഞ്ച് ടോസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റിയുടെ അളവ് കൂട്ടിയിട്ട് 2 മുട്ടയായിട്ട് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ ബൈ.